ഇന്നലെ കെട്ടിയ വലയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ. പുഴമീൻ തിന്നുന്ന ടേസ്റ്റ് അത് വേറെ ഒന്ന് തന്നെയാണ്. രാവിലത്തെ തണുത്ത കാലാവസ്ഥയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. തണുത്തു മരവിച്ച് കിടക്കുന്ന വെള്ളത്തിനെ ഒന്ന് തലോടിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ്. അതുമാത്രമല്ല, സൂര്യൻ്റെ സ്വർണപ്രഭ മരങ്ങളിലും ചെടികളിലുമൊക്കെ തലോടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, ആ മഞ്ഞ നിറത്തിൽ കാണുന്നത്. ഇനി തണുപ്പുണ്ടെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങിയല്ലേ പറ്റൂ. നേരെ അക്കരെ പോയാൽ മാത്രമേ നമുക്ക് ആ വലയുടെ ആദ്യത്തെ കെട്ട് അഴിക്കാൻ സാധിക്കൂ. വെള്ളത്തിൽ കെട്ടിയിരിക്കുന്ന വല പൊക്കുമ്പോൾ കിട്ടുന്ന മീനിനെ കാണാനുള്ള ആകാംക്ഷയിൽ കരയ്ക്ക് നിൽക്കുകയാണ് ഞാൻ. എന്നാൽ ഈ നിമിഷം പ്രകൃതിയുടെ മനോഹരത ആസ്വദിക്കുകയാണ്. അതുമാത്രമല്ല, വാഹനങ്ങളുടെ ദുർശബ്ദങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പക്ഷികളുടെയും പലതരം ചെറിയ കുഞ്ഞു ജീവികളുടെയും ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ ഫോണിൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഷൂട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിൽ ആഡ് ചെയ്യാത്തത്. കപ്പയും പുഴുങ്ങി പുഴമീനും പൊരിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ ഇതിലുള്ളൊരു വില്ലൻ. ആരെന്നറിയാമോ? നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ വലിയ തോടുകളിലും ആറുകളിലുമൊക്കെ കണ്ടുവരുന്ന ഒരു ജീവിയാണ് നീർന. ആ സാധനം ഈ ആറ്റിലുമുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെ വല കിട്ടിയാലും മീൻ പിടിക്കാൻ വേണ്ടി ആ വലയെ കടിച്ചു മുറിച്ച് കൊണ്ടുപോകും. നമ്മൾ ആറ്റിൽ വല കിട്ടുന്നത് ഈ നീർനായ്ക്ക് നമ്മളോടെന്തോ മുൻ വൈരാഗ്യമുള്ളതുപോലെയാണ് കാണിച്ചു വയ്ക്കുന്നത്. ഒരു ഭാഗത്തൊന്നുമല്ല, പല ഇടങ്ങളിലായിട്ടാണ് ഈ നീർന വല കടിച്ചു മുറിക്കുന്നത്. പ്രകൃതിയുടെ മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ ഈ മരം വെള്ളത്തിൽ ഡാൻസ് കളിക്കുന്നത് പോലെ തോന്നും. കണ്ടോ എങ്ങനെയുണ്ട് ഈ ഒരു മനോഹരമായ കാഴ്ച? നോക്കൂ, ഇതിൻ്റെ വെള്ളത്തിൽ കാണുന്ന ഭാഗമാണ്. ഇനി അതുമാത്രമല്ല, ഇത് കണ്ടോ, ഇവനൊരാൾ പുലിയാണ് കേട്ടോ. ഇതിൻ്റെ ഭാഗത്ത് തൊടാനോ എടുക്കാനോ ചെന്നാൽ നമുക്കിട്ട് പണിയാ. നായ്ക്കുർണപ്പരിപ്പിൻ്റെ ചെടിയാണ് നമ്മൾ കണ്ടത്. വലയിലുള്ള മീനെല്ലാം നീർന തിന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വല കെട്ടിയത് വെറുതെയായി. സാരമില്ല, നമുക്ക് വേണ്ടി 4 മീൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നീർന കൊണ്ടുപോവുകയും മാത്രമല്ല വല കടിച്ച് കീറുകയും ചെയ്തു. ഇനി ആറ്റിൽ വല കെട്ടാൻ വന്നേക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് നീർനായുടെ ആ ഒരു പരിപാടി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.